അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, പുണ്യ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിലാണ് നാം ഉള്ളത്. കേവലം 23 കൊല്ലങ്ങൾ കണ്ട് തൻ്റെ ജീവിത സിദ്ധാന്തങ്ങൾക്ക് പ്രായോഗിക വിജയം കൈവരിച്ച് കാണിക്കുകയും വൈജ്ഞാനിക വിപ്ലവത്തിൻ്റെ സുന്ദരമായ കൊടുങ്കാറ്റ് ലോകത്ത് സൃഷ്ടിക്കുകയും ചെയ്തതിലൂടെ അജ്ഞത അന്ധകാരത്തിൽ അകപ്പെട്ട് സത്യാസത്യങ്ങൾ തിരിച്ചറിയാതെ നീതിയും അനീതിയും തിരിച്ചറിയാതെ നട്ടം തിരിഞ്ഞ അറേബ്യൻ ജനതയെ ലോകത്തിൻ്റെ നേതാക്കളും ജേതാക്കളുമാക്കി മാറ്റി ഹൃദയശുദ്ധി കൊണ്ട് സൃഷ്ടാവിലേക്ക് അടുപ്പിച്ച ഹബീബുന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഡോക്ടർ വർണ്ണാശ പറയുകയാണ്, ഐ ലൈക്ക് മുഹമ്മദ്'s ability. Muhammad was not only a prophet but also a scientist and socialist. ഞാൻ മുഹമ്മദിനെ ഇഷ്ടപ്പെടുന്നു. മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമല്ല, ഒരു ശാസ്ത്രജ്ഞനും സാമൂഹിക പരിഷ്കർത്താവുമാണ്. ലോകത്ത് ഒരു നേതാവിനെയും തൻ്റെ ശിഷ്യഗണങ്ങൾ ഇത്രത്തോളം സ്നേഹിക്കുകയോ ആദരിക്കുകയോ അനുസരിക്കുകയും ചെയ്തിട്ടില്ല. അള്ളാഹു പറയുകയാണ്, ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങേ നാം അയച്ചിട്ടില്ല എന്ന്. പക്ഷി കുഞ്ഞുങ്ങളുടെ അവയുടെ കൂട്ടിൽ നിന്നും എടുത്തുകൊണ്ട് വന്ന് കളിപ്പിച്ച അനുചരന്മാരോട് അവയെ തള്ളപക്ഷിയുടെ അടുക്കലേക്ക് തന്നെ വിടാൻ ആജ്ഞാപിച്ച, അറുമൃഗത്തോട് ദയാവായ്പോടെ സമീപിക്കാൻ പഠിപ്പിച്ച, പിറന്നുടൻ പെങ്കുഞ്ഞായാൽ കുഴിച്ചു മൂടപ്പെട്ടിരുന്ന സ്ത്രീയെ ഭോഗവസ്തുവായി മാത്രം കണ്ടിരുന്ന അധമരും അന്ധമാനസരും ജീവിച്ചിരുന്ന അന്ധകാരയുഗത്തിൽ സ്ത്രീ സമൂഹത്തിന് സ്വാതന്ത്ര്യത്തിന്റെ പാത തെളിച്ചു കടന്നു വന്ന പ്രവാചകൻ. പ്രിയരെ, നാളെ മഹ്ശറയിൽ മുത്തു റസൂലിന്റെ കാരുണ്യത്തിന്റെ ചിറകിലാണ് നമ്മുടെ രക്ഷ. മനുഷ്യൻ സർവ്വ പ്രവാചകന്മാരുടെയും സന്നിധിയിലേക്ക് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യണമെന്ന് അപേക്ഷിച്ച് കടന്നു ചെല്ലുമ്പോൾ തങ്ങൾക്ക് സംഭവിച്ചു പോയ സൂക്ഷ്മതക്കുറവ് പറഞ്ഞ് എല്ലാവരും കൈയൊഴിയുകയാണ്. അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജനങ്ങൾ ശുപാർശയ്ക്ക് വേണ്ടി കടന്നു ചെല്ലുകയാണ്. മുഹമ്മദ് നബിക്ക് മാത്രമാണ് അള്ളാഹു ശുപാർശ ചെയ്യാനുള്ള അനുവാദം നൽകിയത്. അവിടുത്തെ കാരുണ്യം കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ പരിശുദ്ധ ദീനിനെ പൂർത്തീകരിച്ചിട്ടാണ് വിടവാങ്ങിയത്. ആ ദീനിനെ നിലനിർത്തേണ്ട നമ്മളാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ മുരുകി തോന്നിയതുപോലെ ജീവിച്ചാൽ നാളെ നഷ്ടം നമുക്ക് തന്നെയാണ്. മുഹമ്മദ് നബിയെ സ്നേഹിക്കാനും അവിടുത്തെ മാതൃക പിൻപറ്റി ജീവിക്കാനും അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ പ്രസംഗം ഇവിടെ അവസാനിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സബ് ജൂനിയർ മലയാള പ്രസംഗം ഇവിടെ പൂർത്തിയാകുന്നു.